മക്കളെ 2025 ഐഷ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഐഷ് എന്ന് പറയുന്നത് ഐഷ് 2025 ഐഷ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, മൈസൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. അപ്പൊ ഇവിടുത്തെ ഒരു കോഴ്സാണ് BSLP കോഴ്സ് എന്ന് പറയുന്നത്. അതാണ് മെയിൻ ആയിട്ട് ഇവരുടെ ഒരു കോഴ്സ്. അത് മാത്രമല്ല കുറെ പ്രോഗ്രാമുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രോഗ്രാംസ് ഐഷിൽ വരുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കുറെ ഡിപ്ലോമ പ്രോഗ്രാം വരുന്നുണ്ട്, BSLP എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്നുണ്ട്, B.Ed വരുന്നുണ്ട്, MSc വരുന്നുണ്ട്, PhD വരുന്നുണ്ട്, പോസ്റ്റ് ഡോക്ടർ, അങ്ങനെ കുറെ പ്രോഗ്രാമുകളുണ്ട്. അതിൽ +2 കഴിഞ്ഞൊരു കുട്ടിക്ക് അപ്ലൈ ചെയ്യാവുന്ന ഇവിടുത്തെ ഡിപ്ലോമ കോഴ്സും BSLPയും ആണ്. മറ്റേതൊക്കെ ഡിഗ്രി ക്വാളിഫൈ ആയിരിക്കണം. ഡിഗ്രി കഴിഞ്ഞവർക്കാണ് ഇതൊക്കെ. PG കഴിഞ്ഞവർക്കാണ് PhD കഴിഞ്ഞവർക്കാണ് പോസ്റ്റ് ഡോക്ടറും ഒക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിൽ ഈ +2 കഴിഞ്ഞ അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ബാധകമായ ഇത് രണ്ടുമാണ്. അതിൽ ഞാൻ മെയിൻ ആയിട്ട് ഈ BSLPയെ കുറിച്ചേ പറയുന്നുള്ളൂ. കാരണം അതാണ് ഏറ്റവും കൂടുതൽ ഒരു റിക്വയർമെന്റ് ഉള്ള അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സ്. മജോറിറ്റി കുട്ടികൾ അതിന് വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ BSLPയെ കുറിച്ച് പറയുന്നു. അപ്പോൾ BSLP അഥവാ ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയുന്ന കോഴ്സാണ്. അപ്പൊ ഈ കോഴ്സിന് പ്രത്യേകത, നിങ്ങൾക്ക് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പിയറിംഗ് ആയിരിക്കുന്ന കുട്ടികൾക്കും ഓൾറെഡി +2 പാസ്സായ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം, +2 പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതിന്റെ ബാക്കി ഡീറ്റെയിലേക്ക് വരാം. ഇപ്പൊ എന്താണ് ആ പ്രോഗ്രാം, എവിടെയാണ് ആ പ്രോഗ്രാം എന്നുള്ളത്, അത് ആർക്കൊക്കെ എഴുതാം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി പറയാം. ഇനി ഇതിന്റെ ബാക്കി നോക്കുക. BSLP കോഴ്സ് ഒരു 4 വർഷത്തെ കോഴ്സാണ്. 4 വർഷമാണ് കോഴ്സ് ഡ്യൂറേഷൻ. ആകെ 80 സീറ്റാണ്. ഈ 80 സീറ്റ് 2 കാറ്റഗറി ആയിട്ട് തിരിക്കും. അതായത് ഒന്ന് ജനറൽ മെറിറ്റ്, ഫീസ് കുറവുള്ളത്, ഇനി ഒന്ന് സെൽഫ് ഫിനാൻസിങ് സ്കീം. ഇങ്ങനെ 2 സ്കീമിൽ, അതായത് 40ഉം 40ഉം വീതം. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മിപ്പിക്കാം. ഈ 80 സീറ്റ് 2 കാറ്റഗറിയാണ്. ജനറൽ മെറിറ്റും ഉണ്ടാവും, അതേപോലെ സെൽഫ് ഫിനാൻസിങ്ങും ഉണ്ടാവും. അത് നിങ്ങൾ നോക്കാം, ജനറൽ മെറിറ്റിലും സെൽഫ് ഫിനാൻസിങ്ങിലുമായിട്ടാണ് സീറ്റ്. ജനറൽ മെറിറ്റിൽ 10 സീറ്റ് കിട്ടും, സെൽഫ് ഫിനാൻസിങ്ങിലും 10 സീറ്റ് കിട്ടും. ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. ജനറൽ മെറിറ്റ് റാങ്ക് അനുസരിച്ചാണ്. ഇതെങ്ങനെ തീരുമാനിക്കുക എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി എന്തായാലും ജനറൽ മെറിറ്റിലായിരിക്കും എടുക്കുക. ഈ ജനറൽ മെറിറ്റിലെ സീറ്റ്, അതായത് ജനറൽ മെറിറ്റിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന, എല്ലാ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാവുന്ന 20 സീറ്റ് ഉണ്ട്. അതിൽ 10 സീറ്റ് ജനറൽ മെറിറ്റ് കഴിഞ്ഞാൽ 11ാമന് വേണമെങ്കിൽ സെൽഫ് ഫിനാൻസിങ് എടുക്കാം. ആ റാങ്ക് അനുസരിച്ചാണ് പോവുക. അത് ആളെടുത്തില്ലെങ്കിൽ 12ാമന് പോകും. അങ്ങനെ ജനറൽ മെറിറ്റ്. ഇനി നോർത്ത് ഈസ്റ്റ് റിസർവേഷനിൽ വരുന്നത് 2 കാറ്റഗറിയിലും ഓരോ സീറ്റ് വീതം. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഈ ഡിപ്ലോമ ഹോൾഡർ, അതായത് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ ഡിപ്ലോമ ഉള്ള കുട്ടിയാണെങ്കിൽ 2 സീറ്റ് 2 കാറ്റഗറിയിലും ഓരോന്ന് വീതം കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളതിലും 2 സീറ്റ് ഓരോ കാറ്റഗറിയിലുമുണ്ട്. ഇനി ഫോറിൻ കോട്ട മൊത്തം 2 കാറ്റഗറിയിലും 3 വീതം സീറ്റാണ്. EWSന് 4 4 8 സീറ്റാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ EWS കാറ്റഗറിയിൽപ്പെട്ടൊരു കുട്ടി, അങ്ങനെ റാങ്കിൽ ഏറ്റവും ടോപ്പ് വന്ന കുട്ടി ജനറൽ മെറിറ്റിൽ കയറി, അങ്ങനെ രണ്ടാമത്തെ EWSകാരനും കയറി, അങ്ങനെ 4 EWSകാരനും കയറിയാൽ 5ാമന് സെൽഫ് ഫിനാൻസിങ്ങിൽ എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് റാങ്കിനനുസരിച്ചാണ് ഈ 4 ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള 4 സെൽഫ് ഫിനാൻസിങ്ങിനും പോകും. ഓക്കെ, അതേപോലെ SC കാറ്റഗറിക്ക് 2 കാറ്റഗറിയിലുമായിട്ട് 6 വീതം 12 സീറ്റ്, STക്ക് 3 വീതം സീറ്റാണ്. ഇനി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന് 11 വീതം സീറ്റുമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, EWS കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ EWSന്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം, അപ്ലിക്കേഷന്റെ കൂടെ അപ്ലൈ ചെയ്യണം. അപ്പൊ EWSന്റെ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഒറിജിനൽ ഹാജരാക്കിയാൽ മതി. അപ്പൊ മെൻഷൻ ചെയ്താൽ മതി. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ പോർട്ടലിൽ ഒന്ന് കയറി നോക്കിയേക്കുക. അവർ ജസ്റ്റ് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അലോട്ട്മെന്റ് സമയത്ത് നടക്കുമെന്നാണ്. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ അത് മെൻഷൻ ചെയ്താലും മതിയാവും. ഇനി SC കാറ്റഗറി ആണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് സെൻട്രൽ പർപ്പസിലുള്ള, അതായത് താലൂക്കിൽ നിന്ന് വാങ്ങിയ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. STക്കും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇത് OBC NCL സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്നായിരിക്കണം. ഈ 4 സർട്ടിഫിക്കറ്റും താലൂക്കിൽ നിന്നായിരിക്കണം, വില്ലേജിലേതാവരുത്. താലൂക്കിൽ നിന്നായിരിക്കണം, സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലായിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകിച്ച് കൺഫ്യൂസ് ആവേണ്ട. നിങ്ങൾ JEE അപ്ലൈ ചെയ്തപ്പോഴും നീറ്റ് അപ്ലൈ ചെയ്തപ്പോഴും ഒക്കെ നിങ്ങളെടുത്ത EWSും നിങ്ങളെടുത്ത SC സർട്ടിഫിക്കറ്റും ST സർട്ടിഫിക്കറ്റും NCLും ഒക്കെ ഇവിടെയും ബാധകമാണ്. ഓക്കെ, ഇതൊക്കെ താലൂക്കിലേതായിരിക്കണം എന്ന് മാത്രം, വില്ലേജിലേതായിരിക്കരുത്. താലൂക്കിലേതായിരിക്കണം, സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ളതായിരിക്കണം, സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലായിരിക്കണം. അപ്പൊ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് അപ്ലോഡ് ചെയ്യാൻ അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല പ്രോസ്പെക്ടസിൽ. അപ്പൊ നമ്മൾ ആ ലോഗിൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റൂ ഇത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പറയാൻ പറ്റൂ. അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ആ ഡോക്യുമെന്റ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത്, അലോട്ട്മെന്റ് സമയത്താണ് ഇതിന്റെ വെരിഫിക്കേഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ആ സീറ്റിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. അങ്ങനെ 40 സീറ്റ് മെറിറ്റിൽ ഉണ്ടാവും,
40 സീറ്റ് സെൽഫ് ഫിനാൻസിംഗിൽ ഉണ്ടാവും. അങ്ങനെയാണ് ഈ 80 സീറ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, ഈ 2 സീറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താ? ആ സീറ്റിന്റെ വ്യത്യാസം ഫീസിലാണ്. ഇപ്പൊ ഒരു ജനറൽ കാറ്റഗറിയിൽ, അതായത് ഈ പറഞ്ഞ ജനറൽ മെറിറ്റിലാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ ഫീസ് 24,701 രൂപയാണ്. എന്നാൽ നിങ്ങൾ കയറുന്നത് സെൽഫ് ഫിനാൻസിംഗിലെ ഈ 10 സീറ്റിലേക്കാണെങ്കിൽ നിങ്ങളുടെ ഫീസ് ഏറെക്കുറെ ഇരട്ടിയോട് അടുത്ത് വരും. 82,951 രൂപ വരും. അപ്പൊ ഒരേ ക്ലാസ്സിൽ 40 സീറ്റ് ഉണ്ടെങ്കിൽ രണ്ടിനും 2 ഫീ ആണ്. ഓക്കെ, അപ്പോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ജനറൽ ആദ്യത്തെ 10 റാങ്കിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾ ജനറൽ കയറി. 11ാമന് ഈ പറഞ്ഞ ഒരു റിസർവേഷനും ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആള് സെൽഫ് ഫിനാൻസിംഗിൽ എടുത്തേ മതിയാവും, ഇല്ലെങ്കിൽ സീറ്റ് വേണ്ട എന്ന് വെക്കണം. അപ്പൊ ഫീസിന്റെ ഒരു വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ ഈ 2 കാറ്റഗറി ആയിട്ട് പറഞ്ഞത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റെഡി? ഇനി SC/ST കാറ്റഗറി ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഇയർ ഫീസ് 21,891 രൂപയാണ്. ഇനി സെക്കൻഡ് ഇയർ തൊട്ട് അങ്ങോട്ടുള്ള ഫീസ് കുറച്ചുകൂടി വ്യത്യാസപ്പെടും. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18,951 രൂപ, സെൽഫ് ഫിനാൻസിംഗ് ആണെങ്കിൽ 77,951 രൂപ, SC/ST അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ആണെങ്കിൽ പിന്നീടുള്ള വർഷങ്ങളിൽ 16,141. ഇത് നിങ്ങളുടെ കോഴ്സ് ഫീ ആണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീ ഉണ്ടാവും. അത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഒരു 13,950 രൂപ അടക്കണം. അതിൽ കോഷൻ ഡെപ്പോസിറ്റ് വരും, ആനുവൽ റൂം റെന്റ് വരും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിൽ വരും. അതുകൂടാതെ എല്ലാ മാസവും മെസ് ഫീയും ഇലക്ട്രിസിറ്റിയും പെർ മന്ത് ആയിട്ട് നിങ്ങൾ വീണ്ടും, അത് ഡിവൈഡിങ് സിസ്റ്റം ആണ്, അതനുസരിച്ച് ആ മാസത്തെ ബില്ലിനനുസരിച്ച് അടയ്ക്കേണ്ടതാണ്. ഇതാണ് കോഴ്സിന് ചെലവാകുന്ന ഒരു തുക. അപ്പൊ ഞാൻ ആ സീറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ 4 വർഷത്തെ കോഴ്സാണ്, 80 സീറ്റാണ്, 2 കാറ്റഗറിയാണ്. ആ 2 കാറ്റഗറിയിലും എത്ര വീതം സീറ്റ് ആണ് എന്ന് പറഞ്ഞു. ആ സീറ്റ് എന്താണ് അതിന്റെ വ്യത്യാസം, അതിന്റെ ഫീസിലെ വ്യത്യാസമാണ് എന്നുള്ളതും സ്പെസിഫൈ ചെയ്തു. റൈറ്റ്? ഇനി തിരിച്ച് ഇതിന്റെ എലിജിബിലിറ്റി എന്താണ്? നിങ്ങൾ +2 ഇപ്പോ എഴുതാൻ പോകുന്നവരോ അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നവരോ +2 പാസ്സായവരോ ആയിരിക്കണം. +2 അപ്പിയറിംഗിനും പറ്റും. അതായത് +2 നിങ്ങൾ അപ്പിയറിംഗ് ആണെങ്കിലും പറ്റും, +2 പാസ്ഡ് ആണെങ്കിലും പറ്റും. ഈ 2 കൂട്ടർക്കും അപ്ലൈ ചെയ്യാം. അതിലെന്താ പ്രത്യേകത? ഫിസിക്സ് കെമിസ്ട്രി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മാൻഡേറ്ററി ആണ്. ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവണം. ബയോളജി അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സൈക്കോളജി. ഫിസിക്സ് കെമിസ്ട്രി നിർബന്ധമാണ്. ഈ 2 കൂടാതെ മൂന്നാമത് ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഉണ്ടാവണം. ചിലപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോമാത്സ് ആയിരിക്കും. 4 അതിൽ പ്രശ്നമില്ല. ഇത് 2 കൂടാതെ ഏതെങ്കിലും ഒന്ന് പഠിച്ചിരിക്കണം. ഒന്നിൽ കൂടുതൽ പഠിച്ചാൽ ഓക്കെ, അതുകൊണ്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല എന്ന് മാത്രം. റൈറ്റ്? ഇനി +2 നിങ്ങൾക്ക് ആകെ അഗ്രിഗേറ്റ് മാർക്ക് 50% ഉണ്ടാവണം. +2 50% മാർക്ക് ഉണ്ടാവണം. SC/ST കാറ്റഗറി ആണെങ്കിൽ 45% മാർക്ക് മതി അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റിയാണ്. ഇനി ഇതിന്റെ മോഡ് ഓഫ് സെലക്ഷൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ഇതിനൊരു സെലക്ഷൻ ഐഷ് എൻട്രൻസ് എക്സാം ബേസാണ്. എക്സാമിന്റെ ഡീറ്റെയിൽ പിന്നീട് പറയാം. ഐഷ് എൻട്രൻസ് ബേസിലാണ് ഇത് നടക്കുക. ഐഷ് എൻട്രൻസിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി നിർബന്ധമായിട്ട് എഴുതണം. പിന്നെ നിങ്ങൾക്ക് ബയോളജി അല്ലെങ്കിൽ മാത്സ് ഇതിലേതെങ്കിലും. അപ്പം 4 സബ്ജക്റ്റിൽ, ഈ 4 സബ്ജക്റ്റിലെ എക്സാം ഉള്ളൂ. അതിൽ 3 എണ്ണം നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ചൂസ് ചെയ്യാം, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ചൂസ് ചെയ്യാം. അതിൽ പ്രയോറിറ്റി ബയോളജിക്കാണ്. അതായത് ഒരേ മാർക്കിൽ 2 പേര് വന്നാൽ ആരാണോ ബയോളജി ചൂസ് ചെയ്തത് അവർക്കാണ് പ്രയോറിറ്റി. അത് ഓർക്കുക. റൈറ്റ്? ഇനി ഈ എക്സാം ആർക്ക് വേണ്ട? ഫോറിൻ കോട്ടയിൽ വേണ്ട. ഫോറിൻ നാഷണൽസിന് ഫോറിൻ കോട്ട എന്ന് പറയുന്നൊരു കോട്ട, നമ്മളിവിടെ ഒരു ഫോറിൻ കോട്ട പറഞ്ഞിട്ടുണ്ട്. 6 സീറ്റ്. ഈ ഫോറിൻ കോട്ടക്കാർ എക്സാം എഴുതേണ്ടതില്ല. പക്ഷെ അവരുടെ ഫീസ് ഹെവിയാണ്. അത് ഓർക്കുക. റൈറ്റ്? അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് BSLPയുടെ സീറ്റ് ഡിസ്ട്രിബ്യൂഷനും കോഴ്സിന് വേണ്ട എലിജിബിലിറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ എക്സാമിന്റെ ഡീറ്റെയിലേക്ക് വരാം. ഐഷ് എൻട്രൻസ് എക്സാം നടക്കുക സിംഗിൾ ഡേ സിംഗിൾ സെഷൻ. ഒറ്റ ദിവസമാണ്, ഒരു സെഷൻ ആയിട്ടാണ്. പല ദിവസങ്ങളിൽ പല സെഷൻ അല്ല, ഒരു ദിവസമാണ്, എല്ലാവർക്കും ഒരേ സമയമാണ്. റൈറ്റ്? അടുത്തത്, ഇതില് ഫിസിക്സ് കെമിസ്ട്രി നിർബന്ധമായിട്ട് നിങ്ങൾ എക്സാമിന് എഴുതണം. മൂന്നാമതൊരു സബ്ജക്ട് വേണം, ബയോളജി അല്ലെങ്കിൽ മാത്സ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി നിർബന്ധമാണ്. മൂന്നാമത്തെ സബ്ജക്ട്, 3 സബ്ജക്ട് എഴുതണം. അതിൽ ഫിസിക്സ് കെമിസ്ട്രി നിർബന്ധമാണ്. ബയോളജിയോ അല്ലെങ്കിൽ മാത്സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ? അപ്പൊ അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു ബയോളജിയുടെ മാർക്കിനാണ്, അതായത് 2 പേരുടെ മാർക്ക് ഒരേപോലെ വന്നാൽ ബയോളജി ചെയ്തവർക്കാണ് പ്രയോറിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. ഇനി അവിടുത്തെ സിലബസ് എന്താണ്? CBSEയുടെ +1 +2 സിലബസിന്റെ ബേസിലാണ് എക്സാം ഉണ്ടാവുക. ഇനി എക്സാം ഒരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ, വേറെ ഒരു ലാംഗ്വേജിലും ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ 150 ക്വസ്റ്റ്യൻ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സിൽ 50 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ 50 ക്വസ്റ്റ്യൻ, പിന്നെ ബയോളജി ആണോ മാത്സ് ആണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് അതിൽ നിന്ന് ഒരു 50 ക്വസ്റ്റ്യൻ. സോ 50 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് സബ്ജക്ട്. അങ്ങനെ 150 ക്വസ്റ്റ്യൻ, 50 ക്വസ്റ്റ്യൻ ഒരു സബ്ജക്റ്റിന് വീതം 3ൽ നിന്നുമായിട്ട് 150 ക്വസ്റ്റ്യൻ. ഇത് 3ഉം ചെയ്യേണ്ടത് 150 മിനിറ്റ് കൊണ്ടാണ്.
ഇനി ഫോർ ഈച്ച് കറക്റ്റ് റെസ്പോൺസ് നിങ്ങൾ ചെയ്യുന്ന ഓരോ കറക്റ്റ് ആൻസറിനും +1 1 മാർക്ക് കിട്ടും. അത് തെറ്റിയാൽ മൈനസ് മാർക്ക് ഇല്ല, ലീവ് ചെയ്താലും പ്രശ്നങ്ങളില്ല, മൈനസ് മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇനി എക്സാം സെന്റർ 13 സ്ഥലങ്ങളിൽ എക്സാം നടക്കുന്നുണ്ട്. അതിൽ കേരളത്തിൽ കോഴിക്കോടും തൃശ്ശൂരുമായിട്ടാണ് സെന്റർ ഉള്ളത്. അങ്ങനെ ആകെ 13 സെന്റർ ഉണ്ട്, കേരളത്തിൽ 2 സെന്ററേ ഉള്ളൂ. ഇതാണ് എക്സാമിന്റെ ഡീറ്റെയിൽ. ഇനി എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, ഹൗ ടു അപ്ലൈ? അതിന്റെ സൈറ്റ് നോക്കുക, www.aishmysore.in. aishmysore.in എന്നുള്ള സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് BSLP രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, അതേപോലെ അക്കാഡമിക് ഡീറ്റെയിൽസ്, എക്സാം സെന്റർ ചൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ നിങ്ങൾ എക്സാമിന് ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ദെൻ അപ്ലിക്കേഷൻ പറഞ്ഞു. ഇനി അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് നോക്കാം. രജിസ്ട്രേഷൻ ഫീസ് ജനറൽ കാറ്റഗറി ആണെങ്കിലും OBC ആണെങ്കിലും EWS ആണെങ്കിലും 1625 രൂപയാണ് ഫീ. എന്നാൽ SC ST ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ ആണെങ്കിൽ 1225 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. ഇത് നോൺ റീഫണ്ടബിൾ ആണ് കേട്ടോ, ഇത് തിരിച്ചു കിട്ടില്ല, നോൺ റീഫണ്ടബിൾ ആണ്. രജിസ്ട്രേഷൻ ഫീ മാത്രമാണ്. കോഴ്സ് ഫീ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി രജിസ്ട്രേഷന്റെ ഷെഡ്യൂൾ നോക്കുക. നിങ്ങൾക്ക് എന്നുവരെ അപ്ലൈ ചെയ്യാം? ഇപ്പൊ അപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് 15 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. മെയ് 15 വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. എക്സാം മെയ് 28-ാം തീയതിയാണ്. ഐഷിന്റെ എക്സാം മെയ് 28-ാം തീയതിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഐഷ് മൈസൂരിന്റെ എല്ലാ ഡീറ്റെയിലും, അവർ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരുന്ന എല്ലാ ഡീറ്റെയിലും ഓൾമോസ്റ്റ് നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക്, നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ വെച്ച് തന്നെ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ബാക്കി അപ്ഡേറ്റ് വരുന്നവർക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർ മാക്സിമം ഇതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സിലബസ് പറഞ്ഞിട്ടുണ്ട്, പാറ്റേൺ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് കുട്ടികൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഇത്രയും ഡീറ്റെയിൽ ഞാൻ പറഞ്ഞത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.